അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ 2 തൈകൾ വെക്കുന്നതാണ്. ഒരു പ്ലാവിൻ്റെ തൈ, ഒരു പേരത്തൈ, ഒരു അബിയുവിൻ്റെ തൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുഴി വെട്ടിയെടുക്കുകയാണ്. കുറച്ച് വലുപ്പമുള്ള കുഴി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വളപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. വളപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആ മണ്ണും വളപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായി യോജിപ്പിച്ചിട്ട് പിന്നെ അതിലൊരു കുഴി എടുത്തിട്ട് അതിലാണ് നമ്മളിപ്പോൾ ഈ തൈ വെക്കുന്നത്. അപ്പോൾ ഇതാ പ്ലാവിൻ്റെ തൈയാണ് ആദ്യം വെക്കുന്നത്. ആ കവറൊന്ന് ഊരിയിട്ടുണ്ട്. ആ മണ്ണൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. ആ വേരൊക്കെ ഒന്ന് വേരോട്ടം കിട്ടാനാണ്. പുതിയ മണ്ണിലേക്ക് വെക്കുമ്പോൾ ഇതുകൂടെ ഇങ്ങനെ വെക്കരുത് ഒരിക്കലും. ഇതൊന്നിങ്ങനെ പൊട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് വേറെ ഇളകും ചെയ്യരുത്. വേറെ ഇളകാതെ വെക്കണം. ഇതങ്ങനെ പൊട്ടിച്ചിട്ട് ഇതാ അപ്പോൾ നമ്മൾ ഈ കുഴിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ആ മണ്ണൊക്കെ ഒന്ന് നന്നായി അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയിട്ടൊന്ന് പതുക്കെ അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുന്നത് നമ്മൾ തയ്യിന് ഇളക്കം തട്ടാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നനക്കൊക്കെ ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ തയ്യിന് ഇളകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാ പട്ടൊക്കെ വെട്ടിയിട്ട് പൊത ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നല്ല ചൂടാണല്ലോ, മഴ അങ്ങനെ ഇല്ലല്ലോ, വെയിൽ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ പുതുതായി വെച്ചതല്ലേ തയ്യ്. അപ്പോൾ ഇങ്ങനെ ഒരു പൊത ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ പൊത ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ പിന്നെ അബിയുവിൻ്റെ തൈയാണ് വെക്കുന്നത്. അബിയുവിൻ്റെ തൈയും ഇതുപോലെ തന്നെ കുഴിയിൽ വളപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നന്നായി അതിൻ്റെ കട്ടൊക്കെ ഉടച്ചിട്ട് മണ്ണും വളപ്പൊടിയും കൂടെ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെക്കാം. എന്താണ്ട് കറിവേപ്പിൻ്റെ തൈയാണ്, നല്ല ഇലകളുണ്ട്, വലിയ മരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അബിയുവിൻ്റെ ഇതാ ഞാൻ കവറൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് കണ്ടത് കളിമണ്ണാണ് ശരിക്കും. ഈ മണ്ണ് നല്ലോണം പൊട്ടിച്ചിട്ട് വേണം നമ്മൾ വെക്കാൻ. വേര് കാണുന്നുണ്ട. അപ്പോൾ ഇതാ മണ്ണ് നല്ലോണം പൊട്ടിച്ചിട്ടാണ് ഈ വളപ്പൊടിയും മണ്ണും യോജിപ്പിച്ചതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഞാനിത് വെച്ചപ്പോൾ ഞാനിതൊന്ന് എല്ലാവരും കാണിച്ചു എന്നുള്ളതുള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുയ്യിൻ്റെ സൈഡിൽ നിന്നൊക്കെ മണ്ണൊന്നും കൂടെ ഒന്ന് ഇങ്ങോട്ട് കൊത്തിയാക്കിയിട്ടുണ്ട്. കുറച്ചൊരു വട്ടമുള്ള കുയ്യാണ് ഈ കുയ്യ്. അബിയു എന്ന് പറഞ്ഞാൽ അറിയിക്കാരെല്ലാവർക്കും ഒരു മഞ്ഞ പഴമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ അത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മണ്ണ് പതുക്കെ അമർത്തി കൊടുക്കണം. അത് ഞാൻ പിന്നെയും പറയാണ്, തയ്യിന് ഇളക്കം തട്ടാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കുത്തനൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ആ തൈ ഇളകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മണ്ണ് പൊട്ടിച്ചിട്ടാണല്ലോ ചെയ്തത്. പിന്നെ അതാ ഇത് പേരത്തൈയാണ്, ഞങ്ങളിവിടെ അടക്കാപ്പായ എന്ന് പറയും. അപ്പോൾ അതും ഇതുപോലെ കണ്ട നല്ല കളിമണ്ണാണ്. ആ മണ്ണ് നല്ലോണം പൊട്ടിച്ചിട്ടാണ്, വേര് കാണുന്നുണ്ട്. ആ വേര് കുറച്ച് മണ്ണും കൂടിയിട്ടാണ് ഇതിലേക്ക് വെക്കുന്നത്. നമ്മൾ ആ കളിമണ്ണോട് കൂടെ അങ്ങനെ വെച്ചാൽ വേരായി തന്നെ ഇങ്ങനെ ഉറച്ച് നിൽക്കുള്ളൂ. വല്ലാതെ അങ്ങോട്ട് പുറത്തേക്ക് പൊട്ടി പോരാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ എപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കണം. ഏത് ചെടികൾ കൊണ്ടുവരാന്നുണ്ടെങ്കിലും കവറിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ നല്ലോണം പൊതട്ട് കൊടുക്കുന്നുണ്ട്. പൊതട്ടതിന് ശേഷം നമ്മൾ നന്നായി നനച്ച് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് വെള്ളം നിർത്തി കൊടുക്കുക. ചുരുങ്ങിയത് ഒരു ബക്കറ്റ് വെള്ളമെങ്കിലും ശരിക്കും ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പൈപ്പ് വെച്ചിട്ട് തന്നെയാണ് നനയ്ക്കുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പം വരില്ല. നന്നായി അമർത്തിയിട്ടും പൊതട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ പറയാൻ മറന്നു, ഈ തൈ എനിക്ക് കിട്ടിയത് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ നാത്തൂൻ തന്നാണ് എനിക്ക് ഈ തൈ. അവർക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് അവിടെ കേട്ടോ. 6 തൈ വീതമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.